കോട്ടയം ലോക്സഭാ സീറ്റ് BDJS-ന് നൽകാൻ NDAയിൽ ധാരണ. പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയായേക്കും. ജില്ലയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയ്ക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പുറമെ ഈഴവ നായർ വോട്ടുകളും കോട്ടയത്ത് നിർണായകമാണ്. ഹൈന്ദവ വിഭാഗത്തിന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ നായർ ഈഴവ സമുദായങ്ങളിൽ നിന്ന് വർഷങ്ങളായി ഒരാളെപ്പോലും സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ ഇരു സമുദായങ്ങൾക്കും അതൃപ്തിയുണ്ട്. SNDP യോഗത്തിന് ശക്തമായ വേരുകളുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം. ഇതാണ് തുഷാറിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ. ഘടകകക്ഷിക്ക് കൊടുക്കുമ്പോൾ അതിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള അവരാണ് തീരുമാനിക്കുന്നത്, അത് നമ്മളല്ല. ഒരു മുന്നണിയിലെ ഏത് കക്ഷിക്കാണ് സീറ്റ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. BJPയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ, അതായത് ജാതി, രാഷ്ട്രീയം, മതം ഇതൊന്നും നോക്കിയിട്ട് ഒന്നുമല്ല, അല്ലെങ്കിൽ അവിടുത്തെ ജാതീയത ഇതൊന്നും. പക്ഷേ സാമുദായിക സന്തുലിതാവസ്ഥ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയം. 2019 തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന PC തോമസ് നേടിയത് 1,55,153 വോട്ടാണ്. ഇക്കുറി 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. തുഷാർ വെള്ളാപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച് A ക്ലാസ് കാറ്റഗറി മണ്ഡലമായി കോട്ടയത്തെ ഉയർത്തുകയാണ് NDA ലക്ഷ്യം. റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.